പി ദിവ്യയുടെ എല്ലാ ബിനാമി ഇടപാടുകളിലെ രേഖകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ്. ഇതുവരെ ദിവ്യ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുന്ന തരത്തിലേക്കാണ് ദിവ്യയുടെ കോടികളുടെ ഇടപാടുകൾ, ഭർത്താവിൻ്റെ പേരിൽ വാങ്ങിക്കൂട്ടിയ ഭൂമി ഉൾപ്പെടെ രംഗത്തെത്തുന്നത്. സത്യത്തിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെ ഒരു ദുരൂഹതയില്ലേ? തീർച്ചയായും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി ദിവ്യ പ്രതിക്കൂട്ടിലായതിന് പിന്നാലെ ഈ തൃച്ചംബരം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടും 1000 ഏക്കർ ഭൂമി തരം മാറ്റിയതിൻ്റെ പല ഉള്ളുകള്ളികളും നമ്മളടക്കം പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഇടപെടലുകളാണ് ഇത്തരത്തിൽ നവീൻ ബാബുവിനെതിരായിക്കൊണ്ടുള്ള കരുനീക്കത്തിന് ഇവരെയൊക്കെ പ്രേരിപ്പിച്ചത് എന്നും ഇത് CPMൻ്റെയും CPIയുടെയും നേതൃത്വത്തിൽ തന്നെയുള്ളൊരു വലിയ ലോബി ഇവരെ സഹായിക്കാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് അനുകൂലമായി നീങ്ങുന്നുണ്ട് എന്ന് പല തവണ നമ്മൾ പറയുകയുണ്ടായി. ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന വിധത്തിലാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടുള്ളതും ഒരു റിയൽ എസ്റ്റേറ്റ് നീക്കമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന പി ദിവ്യക്കെതിരെ വളരെ കൃത്യമായി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിവിധ തെളിവുകൾ ആര് പുറത്തു കൊണ്ടുവന്നത്? KSU പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ്, അവിടെ കണ്ണൂരുകാരനായ ഷമ്മാസ് ആണ് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ രേഖ വരെ പുറത്ത് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായിട്ട് നമുക്ക് വരുന്നത്. അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്നുള്ളതാണ്. അതായത് കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ സ്വന്തം ബിനാമി കമ്പനിക്ക് പി ദിവ്യ മറിച്ചു നൽകിയെന്നാണ് KSU ആരോപിക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകളും KSU പുറത്തുവിട്ടിട്ടുണ്ട്. വളരെ കൃത്യമാണത്. കാർട്ടൂൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. കാർട്ടൂൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം 2021 ജൂലൈ 20-നാണ് ഈ കമ്പനി രൂപീകരിക്കുന്നത്. ആലോചിക്കണം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു തട്ടിക്കൂട്ട് കമ്പനി രൂപീകരിക്കുകയാണ്, കടലാസ് കമ്പനി രൂപീകരിക്കുകയാണ്. അതിനുശേഷം ദിവ്യയുടെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ മുഹമ്മദ് ആസിഫാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ളത്. ആസിഫിൻ്റെയും ദിവ്യയുടെ ഭർത്താവ് VP അജിത്തിൻ്റെയും പേരിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുമുണ്ട്. ആലോചിക്കാമല്ലോ. കാരണം ആസിഫിൻ്റെയും ദിവ്യയുടെ ഭർത്താവ് അജിത്തിൻ്റെയും പേരിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിലെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയ്ക്കും ഏക്കർ കണക്കിന് ഭൂമി വാങ്ങാനുള്ള വരുമാനം വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മളൊന്ന് ആലോചിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ്. പി ദിവ്യ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇവർക്കൊക്കെ എത്ര വരുമാനമുണ്ട് എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് വിവരാവകാശം എഴുതി കൊടുത്ത് സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താൽ കിട്ടാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ അപ്പുറത്തേക്ക് കിട്ടുന്ന ഈ പറയുന്ന കരാറുകൾ സ്വന്തം ബിനാമി കമ്പനികൾക്ക് കൊടുക്കുകയും ആ ഒരു ബിനാമി കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയുടെ പേരിൽ ആ കമ്പനി ജോയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ആ കമ്പനിയുടെ പേരിൽ സ്ഥലങ്ങൾ അവരുടെ പേരിലേക്ക് മാറ്റി എന്നുള്ളതാണ് ആരോപണമായി വരുന്നത്. ആരോപണം മാത്രമല്ല, തെളിവുകൾ ഉൾപ്പെടെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. കണ്ണൂരിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കയം തട്ടിൽ ആസിഫിൻ്റെയും അജിത്തിൻ്റെയും പേരിൽ വാങ്ങിയത് 4 ഏക്കറോളം ഭൂമിയാണ്. ഇരുവരുടെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അനധികൃതമായി സ്വന്തം ബിനാമി കമ്പനിക്ക് ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ കോടിക്കണക്കിന് രൂപയുടെ കരാർ ദിവ്യ നൽകിയെന്ന് ഷമ്മാസ് ആരോപിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തുവിട്ടിട്ടുണ്ട്. 11 കോടിയോളം രൂപയാണ് 2 വർഷത്തിനിടയിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് ടോയ്ലറ്റ് നിർമ്മാണങ്ങൾക്ക് മാത്രമായി കാർട്ടൂൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൽകിയത്. ഇതിനു പുറമെ പടിയൂർ ABC കേന്ദ്രത്തിൻ്റെ 76 ലക്ഷം രൂപയുടെ നിർമ്മാണ കരാറുകളും ബയോ ടോയ്ലറ്റുകളും മറ്റ് കെട്ടിടങ്ങളും ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളും അതിൻ്റെ രേഖകളുമാണ് KSU പുറത്തുവിട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പ്രീ ഫാബ്രിക് നിർമ്മാണങ്ങളാണ് സിൽക്ക് വഴി കമ്പനിക്ക് നൽകിയത്. പ്രധാനമായും ബയോ ടോയ്ലറ്റുകൾ, മറ്റു കെട്ടിടങ്ങൾ എന്നിവയായിരുന്നു നിർമ്മാണങ്ങൾ. 3 വർഷത്തിനിടെ 12 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികളാണ് ഈ കമ്പനിക്ക് നൽകിയത്. ഒരു കരാർ പോലും പുറത്തൊരു കമ്പനിക്ക് ലഭിച്ചിട്ടില്ല. ദിവ്യയുടെ ഉറ്റ സുഹൃത്തും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ഷാജിറിനും ഈ ബിനാമി ഇടപാടുകളിൽ പങ്കുണ്ട്. ഈ പി ഷാജിർ ആരാന്നറിയാവോ? ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പൊ യുവജന കമ്മീഷന്റെ ചെയർമാൻ ആയിരിക്കുന്ന ആളാണ്. ചിന്തയ്ക്ക് ശേഷം വന്ന പി ഷാജിർ. ഓക്കെ. ഈ ഷാജിറിനെതിരെയാണ് മനു തോമസ് എന്ന് പറയുന്ന DYFIയുടെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയതും പ്രതികരണവുമായി രംഗത്തെത്തിയതും. എന്നിട്ട് ആ പരാതി നൽകിയ മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ഏറ്റവും നല്ല സഖാവ് എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ് മനു തോമസ്. അതും കൂടെ നമ്മൾ ഈ പ്രാവശ്യം ഈ സമയത്ത് ആലോചിക്കണം. തീർച്ചയായിട്ടും. മാത്രമല്ല പാർത്ത, ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ കരാറും ദിവ്യയുടെ ഈ കമ്പനിക്കാണ് ലഭിച്ചിരുന്നത്. ദിവ്യ ജില്ലാ പഞ്ചായത്തിനു പകരം
തിരുട്ട് ഗ്രാമത്തിൻ്റെ പ്രസിഡന്റ് ആവേണ്ടിയിരുന്ന ആളാണ്. പൊതുമുതൽ കൊള്ളയടിക്കുന്നതിൽ വീരപ്പനെ പോലും നാണിപ്പിക്കും. അഴിമതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ പറ്റിയ ആളാണ് PP ദിവ്യ. ദിവ്യയുടെ അഴിമതികളുടെയും ബിനാമി കൂട്ടുകെട്ടുകളുടെയും അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റിൻ്റെ ആരോപണം. എന്തായാലും KSU വൈസ് പ്രസിഡന്റ് വെറുതെ ഒരു ആരോപണം രംഗത്ത് കൊണ്ടുവരുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതേ ആരോപണം തന്നെയാണ് ADM നവീൻ ബാബു മരിച്ചപ്പോൾ പലരും പറഞ്ഞത്. ബിനാമി ഇടപാടുകൾ ഇതിലുണ്ട്, അത് നവീൻ ബാബുവിന് അറിയാം. അത്തരം ബിനാമി ഇടപാടുകളിൽ വഴിവിട്ട രീതിയിൽ ഇവരെ ഒന്നും സഹായിക്കാത്തതാണ് ADM പലരുടെയും കണ്ണിലെ കരടായി മാറിയത് എന്ന്. ഇത്രയും അഴിമതികൾ നടത്തിയ അഴിമതിയിൽ വീരപ്പനെ പോലും വെല്ലുന്ന അഴിമതിയുടെ ബ്രാൻഡ് അംബാസഡറായി മാറ്റണം എന്ന് KSU ആരോപിക്കുന്ന PP ദിവ്യയ്ക്ക് എന്ത് യോഗ്യതയാണ് ADM നവീൻ ബാബുവിനെ ആ വേദിയിൽ വന്ന് അപമാനിക്കാനും അപഹസിക്കുവാനും എന്ന് ചോദിച്ചാൽ ദിവ്യ സത്യത്തിൽ എന്തിനാണ് അവിടെ വന്നത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഉത്തരം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ KSUവിൻ്റെ കയ്യിലുണ്ട്. അതായത് ADM നവീൻ ബാബുവിന് ഈ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടും വഴിവിട്ട രീതിയിൽ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും ഒരു കടലാസ് കമ്പനി രൂപീകരിച്ചിട്ട് അതുവഴി അഴിമതി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ പല കാര്യങ്ങളും അറിയാം. ആ ഫയലുകളൊക്കെ ADMൻ്റെ കയ്യിലുണ്ട്. അത് പുറത്തു പോകരുത് എന്ന് ആരൊക്കെയോ വിചാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ദിവ്യ മാത്രമായിരിക്കില്ല ഈ ബിനാമി ഇടപാടുകളിൽ. നമ്മളൊക്കെ ചിന്തിക്കാത്ത പലരും, CPMനകത്തുള്ള പലരും ഈ ബിനാമി ഇടപാടുകളിൽ ആളുകളായി ഉണ്ടാകാം, ഇടപാടുകൾ നടത്തുന്നവരിൽ ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നവീൻ ബാബു പുറത്തു പറഞ്ഞാലോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകളുമായി നവീൻ ബാബു വിജിലൻസിനെ കാണാൻ പോയിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ വിജിലൻസിനെ കാണാൻ നവീൻ ബാബു എന്തിനാണ് പോയത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയ ബന്ധമില്ലാത്ത പല കേസുകളിലും പോസ്റ്റ്മോർട്ടം ഒക്കെ പെട്ടെന്ന് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആറാലുമൂട് ഗോപൻ സ്വാമിയുടെ കാര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു കേസിൽ തുടക്കം മുതൽ ഇൻക്വസ്റ്റ് നടപടികൾ കൃത്യമായി നടന്നിട്ടില്ല, ബന്ധുക്കളെ കൃത്യമായി വിവരം അറിയിച്ചിട്ടില്ല, റീപോസ്റ്റ്മോർട്ടം നടത്താതിരിക്കാൻ CPM തീർത്ത സുരക്ഷാ വലയം, ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം കൃത്യമായി വന്നിട്ടില്ല. അതുമാത്രമല്ല പോസ്റ്റ്മോർട്ടം തന്നെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ച് ഇപ്പോൾ KSU പുറത്തു കൊണ്ടുവരുന്ന ഈ രേഖകൾ സത്യമാണ് എങ്കിൽ ADM നവീൻ ബാബുവിൻ്റെ മരണം CBI തന്നെ അന്വേഷിക്കേണ്ടി വരും. കാരണം കേരള പോലീസിൽ അല്ലെങ്കിൽ കണ്ണൂരിലെ പോലീസ് അന്വേഷിച്ചാൽ ഒരിക്കലും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരില്ല എന്ന് മഞ്ജുഷ വിശ്വസിക്കുന്നത് പോലെ, ADM നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകർ വിശ്വസിക്കുന്നത് പോലെ കേരള സമൂഹവും വിശ്വസിക്കുന്നുണ്ട്. അല്ല, അത് തീർച്ചയായും ശരിയാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഈ മഞ്ജുഷയുടെ കേസിൽ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കേസിൽ മറ്റു പല കേസുകളിലും ഹൈക്കോടതി എന്താണ് ചില നല്ല നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ചില കേസുകളിൽ മാത്രം കോടതികൾ നിലപാടുകൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ എന്താണ് രണ്ട് ന്യായങ്ങളാണോ രണ്ട് നീതിയാണോ നമ്മൾക്കൊക്കെ കിട്ടുന്നത് എന്ന് സംശയിച്ചു പോകുന്നത്. ഒരു CBI അന്വേഷണം നിർബന്ധമായും വേണ്ടിയിരുന്ന ഒരു കേസിനകത്താണ് ബഹുമാനപ്പെട്ട നീതിപീഠം അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതും. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് ഇതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ട് വീണ്ടും ഒരു അപ്പീൽ പോയി ഇതെല്ലാം കോടതിയെ ബോധിപ്പിച്ച് ഒരു CBI അന്വേഷണത്തിലേക്ക് നവീൻ ബാബുവിൻ്റെ കേസിലും ഒപ്പം ഈ പുറത്ത് വന്ന സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ED അന്വേഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണമോ PP ദിവ്യക്കെതിരായിക്കൊണ്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഈ ബിനാമി കമ്പനിയുടെ ആളുകൾക്കെതിരായിക്കൊണ്ടും വരണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.